കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് ഞാൻ. പിന്നെ ഈ ഒരു വിഷയത്തിൽ രാഹുൽ ഏട്ടൻ 3.5 വർഷമായി അവന്തിക ചാറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് പല ചാനലിലും അവന്തിക വന്നിരുന്ന് പറയുന്ന വാർത്തകളൊക്കെ ശ്രദ്ധയിൽപ്പെട്ടു. ചില ചാനലുകാർ എന്നെയും വിളിച്ചു, അവന്തികയുടെ നമ്പർ ചോദിച്ച് വിളിച്ചു. ആ സമയത്ത് എന്നെ കൂടെ ഉണ്ടായിരുന്നില്ലേ എന്നൊക്കെ ചോദിച്ച് വിളിച്ചു. പലരും ചില രാഷ്ട്രീയപരമായിട്ട് എന്നെ മുതലെടുക്കാൻ വേണ്ടി ചില ചാനലുകാർ എന്നെ വിളിക്കുകയും പിന്നീട് അവന്തിക വിളിച്ചിട്ട് കിട്ടുന്നില്ലെന്ന് പറഞ്ഞിട്ട് അവന്തിക കരയുവാണ്, അവന്തിക സങ്കടപ്പെടുവാണെന്നൊക്കെ പറയുന്നത് കേട്ടു. ഉദ്ദേശം എന്താണെന്ന് എനിക്കറിയാം. 3.5 വർഷം ഒരാൾ മോശമായിട്ട് പെരുമാറിയപ്പോൾ അതിനു മുന്നും ഈ 3.5 വർഷത്തിന് മുന്നേയും അവന്തികയുടെ മെസ്സഞ്ചറിലും ഇൻസ്റ്റയിലൊക്കെ പലരും മോശമായ മെസ്സേജ് അയച്ചു എന്ന് പറഞ്ഞ് പല സർക്കാർ ജോലിയിലിരിക്കുന്ന ആളുകൾക്കെതിരെയും അവന്തിക നിയമപരമായിട്ട് പോകുമെന്ന് പറഞ്ഞ് ഞാനും ഒന്നിച്ചിരിക്കുന്ന സമയങ്ങളിൽ, ഞങ്ങൾ ഒന്നിച്ച് താമസിക്കുന്ന സമയങ്ങളിൽ നിന്റെ ജോലി തെറിപ്പിക്കുമെന്ന് പറഞ്ഞ് പലർക്കുമെതിരെ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞ് 50,000 രൂപ മേടിച്ച് സെറ്റിൽമെന്റ് ചെയ്ത പല കഥകളും എനിക്കറിയാം. അപ്പോൾ എന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഈ 3.5 വർഷവും 4 വർഷവും മുന്നേ കോട്ടയം ജില്ലയിലെ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ അവന്തിക 2 കേസുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ 2 കേസും 50,000 രൂപ മേടിച്ച് സെറ്റിൽ ചെയ്ത കാര്യം എനിക്കറിയാമായിരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തൊരു വ്യക്തി ഇത് കൃത്യമായിട്ടും രാഷ്ട്രീയപരമായിട്ട് മുതലെടുക്കാൻ വേണ്ടി രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഒരു വ്യക്തിയെ തേജോവധം ചെയ്യാനും അവർ നിൽക്കുന്ന രാഷ്ട്രീയത്തിന് മുതലെടുപ്പ് ഉണ്ടാക്കാനും വേണ്ടി മാത്രമാണ് ഇത് ചെയ്തതെന്ന് കൂടി, ഞാൻ നിൽക്കുന്ന ഒരു സംഘടനയെ ഇത്രയും, നമ്മൾ വിശ്വസിക്കുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ്, അത്രയും ഒരു യുവ MLA-യെ ഇത്രയും കരിവാരി തേച്ച്, നല്ല സുഹൃത്തുക്കളായിരുന്നു 2 പേരും. ഞാനും അവന്തികയും ഒരു ബെഡിൽ കിടക്കുമ്പോൾ ഇവർ മെസ്സേജ് അയച്ചിട്ടുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജ് അയച്ചിട്ടുണ്ട്. നല്ല സുഹൃത്തുക്കളായിട്ട് തന്നെയാണ്. നിന്റെ ദാത്തിന് എല്ലില്ല എന്ന് എനിക്ക് ബോധ്യമായിട്ടുണ്ട്. പ്രസംഗം വേണ്ട. എന്താ നിന്റെ തീരുമാനം? അതാ എനിക്കറിയേണ്ടത്. ഇതിനകത്ത് എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത്, ഇന്നലെയും എൻ്റെ കയ്യിൽ ഇപ്പം ഞാൻ ഇന്നലെ അവന്തികയുമായിട്ട് ബന്ധപ്പെട്ട് അവന്തികയോട് ഇത്രയും വോയിസ് റെക്കോർഡുകൾ ഞാൻ അവന്തിക പറഞ്ഞു വേറൊരാളോട് ഞാൻ തിരിച്ച് പോസ്റ്റർ ഇടാം. അത് ആ കുട്ടി പറഞ്ഞു, നീ ഇപ്പം ചെയ്ത എല്ലാം മണ്ടത്തരമാണ്, ഇങ്ങനത്തെ വിവരക്കേട് കാണിക്കരുത്. ഇതിന് മുന്നേ ബൈറ്റ് കൊടുക്കാൻ പോയപ്പോൾ പറഞ്ഞു. പിന്നെ ഇത് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഈ കുട്ടി അവന്തിക അയാളോട് പറഞ്ഞു, എൻ്റെ ചാറ്റ് ലീക്കായതാണ്. ചാറ്റ് ലീക്കാവാൻ വേണ്ടി അവന്തികയുടെ കയ്യിൽ ഒരു തെളിവുണ്ടായില്ല. ഞാൻ ഓൺലൈനിൽ ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പോഴും പറയുന്നു, അവന്തികയുടെ കയ്യിൽ തെളിവുണ്ടെങ്കിൽ പുറത്ത് വിടട്ടെ. ഒരു നേതാവിനെ കുറിച്ച് കുറെ കാര്യങ്ങൾ ആരോ പറഞ്ഞ് പിരികേറ്റി വിട്ടതിൻ്റെ പേരിൽ ഇത്രയൊക്കെ ചെയ്ത് വെച്ചതാണ്. ഇപ്പോൾ മിക്ക ചാനലിലും വന്ന അവന്തികയ്ക്ക് പേടിയാണ്, അങ്ങനെയാണ്. ഇന്നലെ അവന്തിക വൈകിട്ട് പറഞ്ഞതാണ്, ആ റെക്കോർഡ് എൻ്റെ കയ്യിലുണ്ട്. എന്നോടല്ല പറഞ്ഞ്, വേറെ എൻ്റെ ഒരു സുഹൃത്ത് വഴി, അവന്തികയുടെ ഏറ്റവും സുഹൃത്താണ് എൻ്റെ ഏറ്റവും വിളിച്ച് പറഞ്ഞപ്പോൾ ഞാൻ വേണമെങ്കിൽ, അവൾ പറഞ്ഞു, നീ ഒരു വീഡിയോ ചെയ്ത് ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യുക, എനിക്ക് തെറ്റ് പറ്റിയതാണെന്ന് പറഞ്ഞു. അപ്പോൾ അവന്തിക പറഞ്ഞ കാര്യം, ഞാൻ വീഡിയോ ചെയ്യുന്നില്ല, സ്പെഷ്യൽ ബ്രാഞ്ചിൽ നിന്ന് എന്നോട് ഇതിനകത്തിന് പ്രതികരിക്കാൻ പോകരുതെന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ വീഡിയോ ചെയ്യുന്നില്ല, ഞാൻ വേണമെങ്കിൽ ഒരു പോസ്റ്റർ എഴുതിയിടാം, എനിക്ക് തെറ്റ് പറ്റിയതാണെന്ന്. ഇത്രയും ഒരു MLA കരിവാരി തേച്ചിട്ട് എനിക്ക് തെറ്റ് പറ്റിയതാണെന്ന് പോസ്റ്റർ ഇടാൻ തീരുന്ന പ്രശ്നങ്ങളാണോ ഉണ്ടാക്കി വെച്ചത്? ഇനി നിന്നെ എന്റെ കയ്യിൽ കെട്ടിയ ഞാൻ ശരിക്കൊന്ന് പെരുമാറുന്നുണ്ട്. അല്ല, അപ്പം ഇത് മനഃപൂർവ്വം. ഇപ്പം അവന്തിക ഇതുപോലെ പറഞ്ഞിട്ടുണ്ട്, രാഹുൽ മാങ്കട്ടത്തിനോട് അവന്തികയ്ക്ക് ക്രഷാണെന്ന് എന്നോടും പറഞ്ഞിട്ടുണ്ട്. ഇപ്പം എന്നെ ഇന്നലെ വിളിച്ച കൂട്ടുകാരിയോടും പറഞ്ഞിട്ടുണ്ട്. അവൾ പറയുന്ന വോയിസ് റെക്കോർഡ് എൻ്റെ കയ്യിലുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ പാലക്കാട് ജില്ലാ പ്രസിഡന്റോ പ്രശാന്ത് ശിവനോടും ക്രഷാണെന്ന് തന്നെ പറഞ്ഞു എന്ന് ആ കുട്ടി പറയുന്ന വോയിസും എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഇത് മനഃപൂർവ്വം, ഇനിയിപ്പോൾ നാളെ ആരുടെയൊക്കെ പേരിൽ ഇതുപോലെ കേസ് കൊടുക്കും. ഞങ്ങളെപ്പോലെയുള്ള ആളുകളെ ഈ പറയുന്ന പബ്ലിക്കിൽ നിന്നുള്ള ഒരാൾ ചേർത്ത് നിർത്തുമ്പോൾ നമുക്ക് വീടും നാടും കുടുംബവും നഷ്ടപ്പെട്ടാണ് നമ്മൾ ഈ ഒരു ലൈഫിലേക്ക് വരുന്നത്. പിന്നെ ഒരു ഫാമിലി എല്ലാം നമ്മൾ സെറ്റാക്കി വന്നു കഴിയുമ്പോൾ പൊതുസമൂഹം നമ്മളെ ചേർത്ത് നിർത്തുമ്പോൾ ഇതുപോലെയുള്ള ആളുകൾ വന്നിട്ട് ഈ ചേർത്ത് നിർത്തുന്നവരെ താൽക്കാലിക ആവശ്യങ്ങൾക്ക് വേണ്ടിയും ചില ഇപ്പോൾ BJP പോലെയുള്ള ചില രാഷ്ട്രീയ കക്ഷികൾക്ക് വേണ്ടിയും നമ്മളെ വെച്ച് അല്ലെങ്കിൽ അവരെ വെച്ച് മുൻനിർത്തിയിട്ട് ഇത്തരം ഈ പറയുന്ന കോപ്രായങ്ങളോട് വളരെ വിയോജിപ്പ് തന്നെയാണ്. ഈ അവന്തിക ഈ പറഞ്ഞ കാര്യത്തിൽ, രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ച് പറഞ്ഞതിൽ യാതൊരുവിധ വാസ്തവവും ഇല്ലാന്ന് തന്നെ പറയാൻ വേണ്ടി ഇന്നലെ ഞാൻ ആ കുട്ടിയോട് സംസാരിച്ചതും, ഇതിനകത്ത് നല്ല രീതിയിൽ രാഷ്ട്രീയപരമായിട്ട് ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നുള്ളതിൻ്റെ ഏകദേശം കുറേ തെളിവുകളൊക്കെ എൻ്റെ കയ്യിലുണ്ട്. അതൊക്കെ സമയമാവട്ടെ, അതൊക്കെ ഞാൻ പുറത്തേക്ക് വിടാതെന്ന് വെച്ചാൽ വേറെ കുറച്ച് വോയിസുകളൊക്കെ ഉണ്ട്, അത് കട്ട് ചെയ്ത് മാറ്റിയിട്ടൊക്കെ വേണം. അപ്പോൾ ഇന്നലെ കിട്ടിയത് മാത്രം ഒരു 10-14 വോയിസ് എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഈ പറയുന്ന ഒരു വ്യക്തി വെറുതെ ഒന്ന് റീച്ച് ആവാൻ വേണ്ടി കാണിച്ചതാണെന്നാണ് ഞാൻ അറിഞ്ഞത്. ഞാൻ അടുത്ത് നിൽക്കുന്ന പലരുമായിട്ട് സംസാരിച്ചപ്പോഴും അവളുടെ കൂടെയുള്ള ഇപ്പോഴത്തെ ഏറ്റവും അടുത്ത കൂട്ടുകാരികളൊക്കെ ആയിട്ട് സംസാരിച്ചപ്പോൾ ആൾ വെറുതെ ഒന്ന് ഒരു എന്താ പറയുക, ഇൻസ്റ്റയിൽ ഒരു വീഡിയോ ചെയ്യുന്ന ലാഘവത്തോടെ ചെയ്തതാണ്. കൈവിട്ട കളിയായി പോയെന്ന് ആൾക്ക് മനസ്സിലായിട്ടുണ്ട്.
ഒരിച്ചില് ആകെ ഒരു പരിവേഷം പോലെ. ആളെന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥയിലാണ് ഇപ്പം ഇരിക്കുന്നത്. ആദ്യം കൂടെ നിന്ന് ഇതെല്ലാം പിരി ഇറക്കി കൊടുത്ത ഒരാളും ഇപ്പം കൂടെ ഇല്ല. ഇപ്പം ആകെ കിട്ടുന്നൊരു മറുപടി സ്പെഷ്യൽ ബ്രാഞ്ച് പറഞ്ഞിട്ടുണ്ട് ഇനി ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കാൻ പോകരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പ്രതികരിക്കുന്നില്ല എന്നുള്ളൊരു തീരുമാനത്തിൽ ആളിരിക്കുന്നതെന്നാണ് ഇന്നലെ വൈകിട്ട് ഞാൻ വിളിച്ചപ്പോൾ അറിയാൻ സാധിച്ചത്. പിന്നെ ട്രാൻസ്ജെൻഡർ കോൺഗ്രസിൻ്റെ ഒരു നിലപാട്, സംസ്ഥാന പ്രസിഡന്റ് അമ്മയുടെ നിലപാടും അതുപോലെ ഞങ്ങൾ ആലോചിച്ച് കൂടിയെടുത്ത ഒരു തീരുമാനം എന്ന് പറഞ്ഞാൽ രാഹുലേട്ടനെതിരെ പരാതിയുള്ളവരൊക്കെ കോടതിയിൽ പോകട്ടെ, അല്ലെങ്കിൽ നിയമപരമായിട്ട് പോകട്ടെ. അത് തെളിയുമ്പോൾ സ്ത്രീകൾക്കെതിരെ പുള്ളി എന്തെങ്കിലുമൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ തെളിഞ്ഞു കഴിഞ്ഞാൽ കോടതി എടുക്കുന്ന നിലപാടിനോട് പൂർണ്ണമായിട്ടും ഞങ്ങൾ യോജിക്കും. അതുപോലെ മോഷണം, ജയില്, തൂക്കുമരം, ഇതൊക്കെയാണ് ഇപ്പൊ നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു നിൽക്കുന്ന വഴികൾ. വേറെ ഏതെങ്കിലും ഒരു വഴി കൂടി ഒന്ന് ശ്രമിച്ചു നോക്കുന്നതിൽ എന്താ കുഴപ്പം? പുള്ളിയുടെ ബാക്കിയുള്ള കാര്യങ്ങളിൽ പാർട്ടി തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്, അതിനോട് ഞങ്ങൾ യോജിച്ച് നിൽക്കും എന്നും പറഞ്ഞ് ഒരു വ്യക്തിയെ ഇത്രയും കരിവാരി തേക്കാൻ വന്ന അവന്തികയെ പോലെയുള്ള ആളുകളെ വെച്ച് ഇനി ആരും ഒരു രാഷ്ട്രീയക്കാരെ മുതലെടുക്കാതിരിക്കട്ടെ എന്ന് പറയുന്നു.